റെനോ ഡസ്റ്ററിൻ്റെ ഇപ്പം നമ്മൾ മുൻഭാഗം കണ്ടു. അതിൻ്റെ പിൻവശം അതേപോലെ തന്നെ വളരെ മസ്കുലറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഒരു ബോഡി ലാംഗ്വേജ്, ബോഡി ഷേപ്പായാലും പിൻവശത്തും അതേപോലെ നിലനിർത്താൻ റെനോ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ടെയിൽ ലാംപ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു സെഡാൻ സെഗ്മെൻറ്റിൻ്റെ ഒരു ടെയിൽ ലാമ്പ് പോലെയാണ് ഫീൽ ചെയ്യുക. ശരിക്കും നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു സെഡാൻ സെഗ്മെൻറ്റ് പോലെയാണ് ഈ വാഹനം ഇറക്കിയതെങ്കിലും ഒരു ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാരണം നമുക്കതൊരു ഓഫ് റോഡായി ഫീൽ ചെയ്യും. അതിനോട് യോജിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു സൈഡ് തന്നെ നമ്മുടെ ഈ ബൂട്ടിൻ്റെ ഡിക്കിൽ ശരിക്കും ഒരു ബൾജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു മസ്കുലാരിറ്റി ഫീൽ ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം, ശരിക്കും ഒരു മസ്കുലർ ഫീലിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് തന്നെ ബാക്ക് ഗ്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഡീഫോഗർ ഉണ്ട്. ഡീഫോഗർ ഒരു വൈപ്പർ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒരു മഴയത്ത് അല്ലെങ്കിൽ ഒരു ഡേർട്ട് റോഡ് കൂടെ പോകുന്ന സമയത്ത് വൈപ്പർ യൂസ്ഫുള്ളാണ്. കൂടാതെ നമ്മൾ ഡീഫോഗർ യൂസ് ചെയ്യുന്നത് നമ്മൾ മഴയത്ത് ശരിക്കും മിസ്റ്റ് വരും. മിസ്റ്റ് ശരിക്കും കളയാൻ ഈ ഡീഫോഗർ സഹായമാകും. ശരിക്കും ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിളിന് മാത്രമുള്ളൊരു സംഭവമാണ്. കൂടാതെ പിന്നെ നല്ലൊരു ലോഗോ വെച്ചിട്ടുണ്ട്. വളരെ നല്ല വൃത്തി തന്നെ ഫ്രണ്ടിൽ വെച്ച പോലെ തന്നെ അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ളൊരു വലിയ ലോഗോ ആണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ ഒരു നല്ലൊരു ഡസ്റ്റർ എന്ന് എഴുതിയിട്ടുള്ളൊരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ളൊരു ഇത് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ബമ്പേഴ്സിലാണ് നമുക്ക് നോക്കാനുള്ളത് റിവേഴ്സ് സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ റെയിലിൽ കൊടുത്തിട്ടുള്ള പോലെ സെയിം ഇതിൽ തന്നെ പെയിൻറ്റിങ് ശരിക്കും 2 കളർ, അതൊരു ട്വിൻ കളറായിട്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഒരു നല്ലൊരു മസ്കുലർ ഫീലിംഗ്, നല്ലൊരു സ്റ്റൈലിംഗ് കൂടിയാണ് ബാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ സൈഡ് നമ്മൾ കണ്ടു, അതുപോലെ പിൻഭാഗവും കണ്ടു. ഇപ്പോൾ സൈഡിൽ കുറച്ച് മുമ്പേ പറഞ്ഞു ഒരു മസ്കുലർ ലുക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഡെൽറ്റോയിഡ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഡെൽറ്റോയിഡ് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഉള്ളിൽ അതിൻ്റെ പിൻ സീറ്റിൽ അത് കുറച്ചൊരു കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. ചെറിയൊരു സ്പേസിന് ശരിക്കും ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ബൂട്ട് സ്പേസും കൂടി നോക്കുമ്പോൾ അറിയാം ശരിക്കും കോംപ്രമൈസ് ചെയ്തത് എത്രത്തോളം ബൂട്ട് സ്പേസ് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ശരിക്കും അതിശയപ്പെട്ടു. അസാധ്യ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിനുള്ളത്. 475 ലിറ്റേഴ്സ്. ശരിക്കും ഒരു സിഡാൻ സെഗ്മെൻറ്റ് കാറിന് കിട്ടുന്ന അതിനേക്കാളും കൂടുതൽ എന്ന് പറയാം. അത്രത്തോളം ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനുണ്ട്. ശരിക്കും ഈ കോംപ്രമൈസ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ല എന്നിപ്പോൾ തോന്നുന്നു. നേരിൽ കാണുമ്പോൾ നമുക്ക് തോന്നാം അത്രയ്ക്കും നല്ലൊരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിനുള്ളത്. ഒരു 5 പേർക്ക് പോകുന്ന ഒരു ഫാമിലിക്ക് ശരിക്ക് ഡംപ് ചെയ്ത് അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ ബോക്സസോ വെച്ചിട്ട് ഒരു ശരിക്കും ലോങ് ജേണിക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്, അതിൻ്റെ സാധനങ്ങൾ കയറ്റി വെച്ച് ലോങ് ജേണിക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ തന്നെയാണ് ഈ ബൂട്ട് സ്പേസ്. 475 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ബൂട്ട് സ്പേസ് അല്ല ഇത്തരം ഒരു വാഹനത്തിന്. ഒരു മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് മുന്നിൽ കണ്ടുകൊണ്ട് ശരിക്കും ഒരു ഓഫ് റോഡറാണെന്ന് തോന്നും. പക്ഷേ അങ്ങനത്തെ ഒരു വാഹനത്തിന് ഒരു എന്താ പറയുക വണ്ടർഫുൾ ബൂട്ട് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞു ഒരു കോംപ്രമൈസ് നടന്നിട്ടുണ്ടെന്ന്. ശരിക്കും ഈ കോംപ്രമൈസ് നടത്തിയത് എന്തിനാണ്? ശരിക്കും നമ്മളിപ്പോൾ ഒരു ഇതിനായിട്ട് നേരത്തെ കമ്പയർ ചെയ്ത വാഹനങ്ങൾ എന്ന് പറയുന്നത് മാരുതി എർട്ടിഗയും അതുപോലെ തന്നെ ഷെവ്ലെറ്റിൻ്റെ എൻജോയുമാണ്. ഇത് 7 സീറ്ററാണ്. ശരിക്കും ഈ 7 സീറ്റർ വന്നതുകൊണ്ട് തന്നെ അതൊരു ടാക്സി ഓറിയൻറ്റഡ് വെഹിക്കിൾസ് ആയിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിരത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ വാഹനത്തിന് അത് 5 സീറ്റർ ആക്കിയതുകൊണ്ട് ശരിക്കും ഒരു ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിൾ എന്നുള്ളൊരു പേര് കിട്ടുകയും അതൊരു വലിയൊരു ഹിറ്റ്, അത് ഫാമിലീസിനും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് എടുക്കത്തക്ക രീതിയിലാണ് റെനോ ഡസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കോംപ്രമൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെൽറ്റോയിഡ് ഷേപ്പ് കിട്ടാനും 5 സീറ്റർ ആക്കിയതിനുകൊണ്ടും ബൂട്ട് സ്പേസ് നല്ലോണം കിട്ടുകയുണ്ട്. ഈ കോംപ്രമൈസ് ശരിയായ രീതിയിൽ റെനോ ഡസ്റ്റർ ശരിക്കും റെനോ കമ്പനി, വാഹന നിർമ്മാണ കമ്പനി ശരിക്കും അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ വാഹനത്തിൻ്റെ അതായത് റെനോ ഡസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ടു കളർ ഇൻറ്റീരിയറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ 40 സ്റ്റൈലിലുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ശരിക്കൊരു ഓഫ് റോഡിങ്ങിനൊക്കെ കൊടുക്കുന്ന ഒരു വെഹിക്കിളിൻ്റെ സ്റ്റിയറിംഗ് പോലെയുണ്ട്. ഈ 2 ടോൺ ശരിക്കും ഡോറിലും വന്നിട്ടുണ്ട്. ഒരു ചെറിയ വുഡൻ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു രീതിയിൽ തന്നെ ഈ ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് ഓഡിയോ സിസ്റ്റം വന്നിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ മോഡലാണ്. ഇതിൻ്റെ പുതിയ മോഡൽ നാവിഗേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ 2 SRS എയർ ബാഗ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് 2 SRS എയർ ബാഗ്സ് ശരിക്കും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ക്ലൈമട്രോണിക് AC, ടിൽറ്റബിളാണ് സ്റ്റിയറിംഗ്. വളരെ നല്ല രീതിയിൽ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. കൂടാതെ നമ്മൾ സീറ്റ്സ് പറയുകയാണെങ്കിൽ ലെതർ സീറ്റാണ്. അത് മുൻഭാഗത്തും പിൻഭാഗത്തുള്ളവർക്ക് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് AC കിട്ടാൻ വേണ്ടി AC വെൻറ്റ് കൂടെ ഇതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. ശരിക്കും ഇങ്ങനത്തെ ഒരു വാഹനത്തിൽ സിഡാൻ സെഗ്മെൻറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് AC കിട്ടുക എന്നുള്ളത്. അത് ഈ വാഹനത്തിന് വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ AC-യുടെ പവർ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു നോബും ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു തെറ്റില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഈ റെനോ ഡസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 സീറ്റർ എന്നുള്ളത് 5 സീറ്റർ ആക്കി, അതൊരു ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിൾ ആക്കി. ഇതൊക്കെ ചെയ്ത് തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസും അത്യാവശ്യം നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ ഒരു നടുവിലിരിക്കുന്ന പാസഞ്ചർ അല്ലെങ്കിൽ മിഡിൽ ഒരു സീറ്റ് ഉള്ളത് ശരിക്കും ഒരു ലെഗ് റൂം വളരെ ഭയങ്കര തീരെ കുറവായ പോലെ ഫീൽ ചെയ്തു. അപ്പം എനിക്കത് വളരെയധികം ഫീൽ ചെയ്തു. കാരണം ഇത്രയധികം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു കാര്യത്തിൽ ശരിക്കും റെനോ ഡസ്റ്റർ ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തുന്നുണ്ട്. ഒരു നല്ലൊരു ലെഗ് റൂം ശരിക്കും ആവശ്യം തന്നെ. ഒരു ലോങ് ജേണിക്ക് അല്ലെങ്കിൽ ഒരു സിറ്റി റൈഡായി പോലും പിന്നിലിരിക്കുന്ന പാസഞ്ചർക്ക് ലെഗ് റൂം വേണം എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ്. എന്ന് തന്നെയായാലും ഒരു ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിളാണ്, ഒരു ഹിറ്റായ വെഹിക്കിളാണ്, നമുക്കധികം പറയാനില്ല. എന്നിരുന്നാൽ കൂടെ അത് കുറച്ചും കൂടി വലുതാക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നോർമലി ഞാൻ ഒരു വാഹനത്തിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എൻജിൻ പറയുന്ന സമയത്ത് ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ശരിക്കും നമ്മൾ കമ്പാരിസൺ ഇല്ലാത്തൊരു വാഹനമാണ് റെനോ ഡസ്റ്റർ. കാരണം ഇതൊരു സെഗ്മെൻറ്റ് വാഹനം. ഈ സെഗ്മെൻറ്റിൽ വേറൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യാനില്ല. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു വിജയം. ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം വെറുതെങ്കിലും ഒന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എർട്ടിഗ അല്ലെങ്കിൽ ഷെവലറ്റിൻ്റെ പുതിയ എൻജോയ് ഈ വാഹനങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷേ ഈ വാഹനങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരു ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരു 7 സീറ്റർ എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. പക്ഷേ നമ്മുടെ റെനോ ഡസ്റ്റർ എന്ന് പറയുന്നത് 5 സീറ്ററാണ്. ഇറ്റ്സ് എ ഫാമിലി വെഹിക്കിൾ, ഒരു സെഡാൻ സെഗ്മെൻറ്റ് വെഹിക്കിൾ എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ് റെനോ ഡസ്റ്റർ. ഇപ്പോൾ ഇതിൻ്റെ എൻജിൻ നോക്കുകയാണെങ്കിൽ തന്നെ 1500cc 110 bhp എഞ്ചിനാണ്, DCI എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത്. ഇതിൻ്റെ ഒരു 85 bhp വാഹനം കൂടി ഈ നേരത്തിൽ ഇറങ്ങുന്നുണ്ട് 1500cc ഡീസൽ. ഇപ്പോൾ ട്രാഫിക്കിൽ ഓടിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പവറും ഒന്നും ആവശ്യമില്ല, വളരെ സ്മൂത്തായിട്ട് ഓടിക്കാനും ഈ വാഹനം സുഖമായിട്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ 110 bhpൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹൈവേയിൽ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈവേയിൽ കൂടുതൽ പവർ വേണം. പിന്നെ കൂടുതൽ നമ്മളിപ്പം ഒരു വാഹനം എടുക്കുന്ന ആൾ 110 bhp എടുക്കുമ്പോൾ ഒബ്വിയസ്ലി അവർ ഒരിക്കലും മൈലേജ് കോൺഷ്യസ് ആയിരിക്കില്ല. അവർക്ക് പവർ ആയിരിക്കും വേണ്ടിയില്ല. കൂടുതൽ ഹൈവേസ് പോകാനോ ഹൈ റേഞ്ച് പോകാനോ ഈ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത്. ശരിക്കൊരു അതുകൊണ്ട് തന്നെ എല്ലാ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്കും ഈ വാഹനം ഇഷ്ടപ്പെടുന്നത്. ഏത് സെഗ്മെൻറ്റിലുള്ള ഒരാൾ മൈലേജ് കോൺഷ്യസ് ആണെങ്കിൽ അവർക്കുള്ളൊരു വാഹനമുണ്ട്. അത് കൂടാതെ മൈലേജ് തീരെ നോക്കാതെ പവർ മാത്രം നോക്കുന്നതാണെങ്കിൽ അവർക്കൊരു വാഹനമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വാഹനം വലിയൊരു ഹിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി ഹയർ ആൻഡ് വെഹിക്കിളിന് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ XUV 500 ആയിട്ട് കമ്പയർ ചെയ്യാം. എന്നിരുന്നാൽ കൂടെ ഇതൊരു തനി സെഗ്മെൻറ്റാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് മാത്രമേ ഉള്ളൂ. അതിന് ലുക്ക് വൈസ് ആയാലും എൻജിനായാലും അതിൻ്റെ ഇപ്പം 2 bhp എൻജിൻ വരുന്നുണ്ട്. അതുതന്നെ പല ആളുകൾക്കും വളരെ ഹെൽപ്ഫുള്ളാണ് വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ
ഇതിൻ്റെ പവർ ആയാലും ശരി, അല്ലെങ്കിൽ എക്കണോമിക് വൈസ് ആയാലും ശരിക്കും ഈ വാഹനം റെനോ ഡസ്റ്ററിന് റെനോ കൊടുത്തിരിക്കുന്നത് 2 സെഗ്മെൻറ്റ് എഞ്ചിനാണ്. ഒന്ന് 85 BHP ഒന്ന് 110 BHP. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആവശ്യാനുസരണം അതിൻ്റെ പവർ അല്ലെങ്കിൽ മൈലേജ് വൈസ് നോക്കിയിട്ട് വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് റെനോ ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയ വിജയവും. റോഡുകളിൽ ഏകദേശം സജീവമായിക്കൊണ്ടിരിക്കുന്ന റെനോ ഡസ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാമോ? അപ്പം ഇന്നത്തെ എപ്പിസോഡിലൂടെ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തുതന്നെയായാലും എനിക്ക് എൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. Until then, it's me Vishal Menon signing off. Take care. Bye bye. Drive safe.